അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ, പരിശുദ്ധ റമളാനിന്റെ 24-ാമത്തെ രാവിലേക്ക് നമ്മൾ കടന്നു. നാളെ 24-ാമത്തെ പകലാണ്. ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ റമളാൻ വിട പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനിയുള്ള സമയങ്ങൾ ഒരുപാട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൻ്റെ ഓരോ ദിവസവും കഴിയുന്തോറും, പ്രത്യേകിച്ച് അവസാനത്തെ 10ലേക്ക് കടന്നാൽ നബിതങ്ങൾ അവിടുത്തെ മുണ്ട് മുറുക്കി ഉടുക്കുമെന്നാണ് സ്വഹാബിമാരെ പറയുന്നത്. അതായത് അത്രമാത്രം ഇബാദത്തിൽ നബിതങ്ങൾ ശ്രദ്ധിക്കുമെന്നാണ്. നബിക്കൊക്കെ ഈ ഇബാദത്ത് ഇത്രയും ചെയ്യേണ്ട കാര്യമുണ്ടോ അല്ലേ? സത്യം പറഞ്ഞാൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊക്കെ സ്വർഗ്ഗമാണ്. നബിയൊക്കെ എന്താ പറയുക, മുൻകഴിഞ്ഞതും വരാനിരിക്കുന്ന പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട ആളാണ്. എന്നിട്ട് ഇത്ര ആത്മാർത്ഥതയോടെ ഇത്ര കഷ്ടപ്പെട്ട ഇബാദത്തൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊക്കെ എത്രയോ ബഹുദൂരം പിന്നിലാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു റമളാൻ നമുക്ക് അള്ളാഹു തന്നിട്ടുള്ളത് വലിയ ഒരു നിഅമത്താണെന്ന് മനസ്സിലാക്കി ഇനിയുള്ള സമയങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 24-ാം രാവാണ്. ഇൻഷാ അള്ളാഹ് പ്രത്യേകമായി നമ്മൾ എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നു. ആ സദസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും കബൂലാക്കട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു താല സ്വീകരിക്കട്ടെ. നമ്മുടെ മനസ്സിൻ്റെ മുറാദുകൾ അള്ളാഹു താല ഹാസിലാക്കി തരുമാറാവട്ടെ. നമ്മുടെ ദിക്റിൻ്റെ മജ്‌ലിസൊക്കെ അൽഹംദുലില്ലാ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. അതിൽ ഒരുപാട് പേര് ദുആരക്കാൻ വസിയ്യത്ത് പറയുന്നുണ്ട്. അതല്ലാത്ത ആളുകളും അല്ലാഹു തആല നമ്മുടെ സദസ്സ് കാണുന്ന, നമ്മുടെ മജ്‌ലിസിലൊക്കെ പങ്കെടുക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ മനസ്സിന്റെ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി തരുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ നമ്മുടെ ദിക്റിന്റെ മജ്‌ലിസിലേക്ക് കടക്കാം. റമളാനിൽ നമ്മൾ അധികമായി, പ്രത്യേകിച്ച് റമളാനിന്റെ ഈ അവസാനത്തെ 10ലേക്ക് അധികമായി നമ്മൾ പറയേണ്ടത് സ്വർഗ്ഗപ്രവേശനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീത്ത് നമ്മൾ രാവിലത്തെ ക്ലാസ്സുകളിലൊക്കെ കേൾക്കാറുണ്ട്. ഏതാണത്? ഒരാള് സ്വർഗത്തെ ചോദിക്കുന്നു ഒരു ദിവസം 3 വട്ടം സ്വർഗത്തെ ചോദിക്കുന്നു, അല്ലാഹുവേ എനിക്ക് സ്വർഗം തരണേ അല്ലാ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാ എന്നൊരാൾ ചോദിച്ചാൽ സ്വർഗം തന്നെ പറയുമെന്നാണ്, അല്ലാഹുവേ ആ പാവപ്പെട്ട സാധു എന്നെ ചോദിക്കുന്നുണ്ട്, അവനെ നീ എന്നിലേക്ക് കടത്തണേ എന്ന് പറയുമെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെപ്പറ്റി സ്വർഗം അള്ളാഹിനോട് പറയണം. അതുകൊണ്ട് സ്വർഗത്തെ ചോദിക്കണം. എങ്ങനെയാ സ്വർഗത്തെ ചോദിക്കുന്നത് എന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. റബ്ബേ, ഞാൻ ഇതാ നിന്നോട് സ്വർഗത്തെ ചോദിക്കുകയാണ്, സ്വർഗത്തിന്റെ ഉന്നതമായ പദവികൾ ചോദിക്കുകയാണ്. ആ അർത്ഥം വരുന്ന പുണ്യമായ ഒരു ദുആയാണ് നമ്മൾ പറയുന്നത്. പറഞ്ഞോ, അല്ലാഹുവേ റിസുഖ്നി, നീ എനിക്ക് ഓശാരമായി തരണം. എന്ത് തരണം? അഅ്ലാ ദറജത്തുൽ ജന്ന, സ്വർഗത്തിൽ എനിക്ക് ഉന്നതമായ പദവി തരണം. സ്വർഗത്തിൽ ഒരുപാട് പദവിയുണ്ട്. സ്വർഗത്തിൽ ജന്നത്തുൽ ഫിർദൗസ് ഉണ്ട്, ജന്നത്തുൻ നഈം ഉണ്ട്. അങ്ങനെ ഒരുപാട് ദറജകളുണ്ട്, പദവികളുണ്ട്. അപ്പോൾ ആ ദറജകൾ, പദവികൾ ചോദിച്ചിട്ടുള്ള ദുആയാണ് നമ്മൾ ഇനി പറയുന്നത്. അല്ലാഹുമ്മ ർസുഖ്നി ദറജാതിൽ ജന്ന, 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 അല്ലാഹുമ്മ ർസുഖ്നി
ദറജാതിൽ ജന്ന അല്ലാഹുമ്മ ർസുഖ്നി ദറജാതിൽ ജന്ന അല്ലാഹുമ്മ ർസുഖ്നി ദറജാതിൽ ജന്ന അല്ലാഹുമ്മ ർസുഖ്നി ദറജാതിൽ ജന്ന അല്ലാഹുമ്മ ർസുഖ്നി ദറജാതിൽ ജന്ന അല്ലാഹുമ്മ ർസുഖ്നി ദറജാതിൽ ജന്ന അല്ലാഹുമ്മ ർസുഖ്നി ദറജാതിൽ ജന്ന അല്ലാഹുമ്മ ർസുഖ്നി ദറജാതിൽ ജന്ന അല്ലാഹുമ്മ ർസുഖ്നി ദറജാതിൽ ജന്ന അല്ലാഹുമ്മ ർസുഖ്നി ദറജാതിൽ ജന്ന അല്ലാഹുമ്മ ർസുഖ്നി ദറജാതിൽ ജന്ന അല്ലാഹുമ്മ ർസുഖ്നി ദറജാതിൽ ജന്ന അല്ലാഹുമ്മ ർസുഖ്നി ദറജാതിൽ ജന്ന അല്ലാഹുമ്മ ർസുഖ്നി ദറജാതിൽ ജന്ന അല്ലാഹുമ്മ ർസുഖ്നി ദറജാതിൽ ജന്ന അല്ലാഹുമ്മ ർസുഖ്നി ദറജാതിൽ ജന്ന അല്ലാഹുമ്മ ർസുഖ്നി ദറജാതിൽ ജന്ന അല്ലാഹുമ്മ ർസുഖ്നി ദറജാതിൽ ജന്ന അല്ലാഹുമ്മ ർസുഖ്നി ദറജാതിൽ ജന്ന. വിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ പത്താൻ തൗബ അധികരിപ്പിക്കേണ്ട സമയമാണ്. തൗബ അധികരിപ്പിക്കേണ്ട സമയമാണ്. ചെയ്തുപോയ അബദ്ധങ്ങൾ, തെറ്റുകൾ റമദാനിലും പലരും പല അബദ്ധങ്ങളും ചെയ്തു പോയവരാണ്. അള്ളാഹുവേ എല്ലാം പുറത്തു തരണേ അല്ലാ, എല്ലാം നീ മാപ്പാക്കണേ അല്ലാ എന്ന് നമുക്ക് തൗബ ചൊല്ലി ഈ മജ്ലിസ് നമുക്ക് അവസാനിപ്പിക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാ തൗബയുടെ വചനങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ചില ദുആകളുണ്ട്. അതിൽ ഒന്നാമതായി മഹത്തുക്കൾ പറയുന്നത് മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയാണ്. ഏതാണത്? റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. കേവലം അതൊരു ദുആയല്ല, അത് തൗബയാണ്, പ്രവാചകരുടെ തൗബയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാ നമ്മളും ആ ഒരു തൗബയുടെ വചനം ഏറ്റുപറയണം. നമ്മുടെ എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടണം. പറഞ്ഞു, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ.
الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. പവിത്രതകളേറെ നിറഞ്ഞ റമദാൻ, ഈ റമദാനിൻ്റെ മൂന്നാമത്തെ പത്ത്, ഈ മൂന്നാമത്തെ പത്തിൽ നമ്മൾ ഒരുപാട് കണ്ട് അധികരിപ്പിക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് അള്ളാഹുവിനോട് ചോദിച്ച പ്രധാനപ്പെട്ട 2 ദിക്റുകളിൽ ഒന്നാമത്തേത് സ്വർഗപ്രവേശനം ചോദിക്കലാണ്, നരകമോചനം ചോദിക്കലാണ്. അതാണല്ലോ ഒരു മുഅ്മിനിന്റെ ഏറ്റവും അത്യന്തികമായ ലക്ഷ്യം, സ്വർഗത്തിൽ കടക്കുക, നരകമോചനം കിട്ടുക. ആ പുണ്യമായ ദുആ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുകയാണ്. അല്ലാഹു തആല ഈ ദുആഇന്റെ, ഈ ദിക്റിന്റെ, ഈ ഒരു തേട്ടത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് അല്ലാഹു സ്വർഗപ്രവേശനം തരുകയും നരകത്തിൽ നിന്നുള്ള മോചനം തരുകയും ചെയ്യുമാറാവട്ടെ. എങ്ങനെയാണ് ചോദിക്കേണ്ടത്? അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ അഅ്തിഖ്നി, നീ എനിക്ക് ഇത്ഖ് നൽകണം, മോചനം നൽകണം, മിനന്നാർ, നരകത്തിൽ നിന്നും. പിന്നെ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, സ്വർഗത്തിലേക്ക് എന്നെ നീ പ്രവേശിപ്പിക്കണേ അല്ലാഹ്. ഒരു അടിമ ചോദിക്കുന്ന ഏറ്റവും നല്ല വാക്കാണ്, ഏറ്റവും നല്ല ദുആയാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ അത്? ഇൻഷാ അല്ലാഹ് അർത്ഥം മനസ്സിൽ കൊണ്ടുവന്ന് നല്ല ആത്മാർത്ഥതയോടുകൂടി നമ്മൾ പറയുക. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. വിശുദ്ധ റമളാൻ ആകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് നിർത്താതെ നബി തങ്ങൾ ചൊല്ലിയിരുന്ന ഒരു ദുആയാണ്, ഒരു ദിക്റാണ് അടുത്തതായി നമ്മൾ പറയുന്നത്. അല്ലാഹുവിലേക്ക് മാപ്പിനെ ചോദിക്കുക. എങ്ങനെയാത്? അല്ലാഹുവേ ഇന്നക, നിശ്ചയമായും നീ, അഫൂൻ, നീ മാപ്പ് ചെയ്യുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ, നീ മാപ്പ് ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നവനാണ്, അതിനാൽ ഫഅഫു അന്നി, നീ എനിക്ക് മാപ്പ് നൽകണേ അല്ലാ എന്നാണ് ആ ദുആ. അപ്പം മാപ്പിനെ ചോദിച്ചിട്ടുള്ള ഒരു ദുആയാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ?
ഈ അവസാനത്തെ ദിനരാത്രങ്ങളിൽ രാവിലും പകലിലുമൊക്കെയായി ഒരുപാട് കണ്ട് നമ്മൾ പറയേണ്ട, പ്രത്യേകമായി നമ്മൾ മനസാന്നിധ്യത്തോടെ പറയേണ്ട ഒരു ദുആയാണത്. അള്ളാഹുവിൻ്റെ മാപ്പിനെ നമ്മൾ പ്രതീക്ഷിക്കുക. അള്ളാഹു തആല എല്ലാം വിട്ടുപുറത്ത് മാപ്പ് നൽകി നമ്മൾ വെറുതെ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് വിടുന്ന ഒരു അവസ്ഥ, അതാണ് നമ്മൾ ചോദിക്കുന്നത്. ചോദിച്ചോ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. 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 അല്ലാഹുമ്മ إنك عفو تحب العفو فاعف عني. اللهم 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 إنك عفو تحب العفو فاعف عني. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ 4000-ഓളം വരുന്ന സ്വലാത്തുകളാണ് മൊത്തത്തിൽ മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 4000-ലധികം വരുന്ന സ്വലാത്ത്. അപ്പോൾ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തല്ല, അതല്ലാതെ ഒരുപാട് സ്വലാത്തുകളുണ്ട്. ആ ഓരോ സ്വലാത്തും ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ മുറാദ് എന്താണോ അതിനനുസരിച്ചാണ് അള്ളാഹു താല ആ മുറാദ്, ആ ആവശ്യം അള്ളാഹു നമുക്ക് നിറവേറ്റി തരുന്നതെന്നാണ്. അപ്പോൾ ഓരോ സ്വലാത്ത് പറയുമ്പോഴും ഓരോ ആവശ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം, ഹലാലായ മുറാദുകൾ. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് നമ്മുടെ ഈ മൗലിദിലൊക്കെ സാധാരണ ഓതുന്ന ഒരു 2 ബൈത്തുണ്ട്, പക്ഷെ അത് ബൈത്തിനേക്കാൾ ഉപരിയായതൊരു സ്വലാത്താണ്. ഇൻഷാ അല്ലാഹ് നമുക്കതൊന്ന് പറഞ്ഞാലോ? ഒന്ന് പറഞ്ഞേ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്.
സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഒരു ദിവസം ഒരു മനുഷ്യൻ നരകമോചനം ചോദിക്കുന്നു. എത്ര പ്രാവശ്യം? 3 വട്ടം. എങ്കിൽ നരകം പറയുമെന്നാണ്, അല്ലാഹുവേ അയാൾ എന്നെ തൊട്ട് കാവൽ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അയാൾ എന്നിലേക്ക് കടത്തല്ലേ എന്ന് നരകം പറയുമെന്നാണ്. അപ്പൊ നരകമോചനം ചോദിക്കാം. എങ്ങനെയാണ് ചോദിക്കേണ്ടത്? അല്ലാഹുമ്മ അജിർനി മിനന്നാർ, 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 അല്ലാഹുമ്മ അജിർനി
മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ കുല്ലു ദാഇൻ ദവാഉൻ വദവാഉ ദുനൂബി അൽ ഇസ്തിഗ്ഫാർ എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു തആല മരുന്ന് വെച്ചിട്ടുണ്ട് പാപങ്ങളാകുന്ന രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഇസ്തിഗ്ഫാർ അതുകൊണ്ട് നമ്മൾ ചെയ്തു പോകുന്ന പാപങ്ങൾക്കുള്ള മരുന്നാകുന്ന ഇസ്തിഗ്ഫാർ നമുക്കൊന്ന് അധികരിപ്പിച്ചാലോ പറഞ്ഞോ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നക അന്ത തവ്വാബുർ റഹീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നക അന്ത തവ്വാബുർ الرحيم أستغفر الله العظيم إنك أنت التواب 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 الرحيم أستغفر الله العظيم
العظيم إنك أنت التواب الرحيم أستغفر الله العظيم إنك أنت التواب الرحيم أستغفر الله العظيم إنك أنت التواب الرحيم. പുണ്യമായ റമദാൻ, ആ റമദാനിന്റെ അവസാനത്തെ പത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ചില ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. ദുആയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനിയൊക്കെ ഓതിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നമ്മൾ ചൊല്ലിയ ദിക്റുകൾക്ക്, നമ്മൾ ചൊല്ലിയ സ്വലാത്തുകൾക്ക് അല്ലാഹു തആല നൽകുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ ദുആയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഫാത്തിഹ ഓതാം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ارحم والدينا كما ربونا صغارا. ربنا عليك توكلنا وإليك أنبنا وإليك المصير. أرحم الراحمين ആയ കരുണയുള്ള റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ നാഥ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മജ്ലിസിനെ നീ കബൂലാക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാ. ഇബാദത്തുകളുടെ എല്ലാ തരത്തിലുള്ള പോരായ്മകളും പരിഹരിച്ച് നീ സ്വീകരിക്കണേ റഹ്മാനെ. അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ്, തെറ്റുകൾ പറ്റിയവരാണ്. എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. ഈ റമദാനിന്റെ അവസാനത്തെ രാവുകളുടെ പകലുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇനി പാപമുക്തമായ ഒരു ജീവിതം നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളാക്കി മാറ്റി ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും ഖബറിലാണ്, നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ ഭർത്താക്കന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ റമദാൻ അനുകൂലമായ സാക്ഷിയാക്കണേ അല്ലാ, പ്രതികൂലമായ സാക്ഷിയാക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ റമദാനിന്റെ പുണ്യമായ ദിനരാത്രങ്ങളിൽ റബ്ബേ നിന്നോടടുക്കാനും ഞങ്ങൾക്ക് ഈമാനും ഇസ്തിഖാമത്തും ഹിദായത്തും തവക്കുലും അധികരിപ്പിച്ചു കിട്ടാനും നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ പറയപ്പെട്ട പുണ്യമായ കാര്യങ്ങൾ അധികരിപ്പിച്ച് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ ഇരിക്കുന്ന മുഅ്മിനീങ്ങളെ നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, പരിശുദ്ധമായ റമദാനിന്റെ ഓരോ ദിവസങ്ങളിലും ഞങ്ങൾ ദിക്റുകൾ ചൊല്ലുന്നു, തസ്ബീഹുകൾ പറയുന്നു, സ്വലാത്തുകൾ പറയുന്നു, നിന്നിലേക്ക് കൈകൾ ഉയർത്തുന്നു. ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ ആമീൻ പറയുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് രോഗികളാണ്. എല്ലാവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കണേ അല്ലാ. മാരകമായ അസുഖങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ റബ്ബേ. ക്യാൻസർ തരല്ലേ അല്ലാ, ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാ,
കിഡ്നിക്ക് പ്രോബ്ലം തരല്ലേ അല്ലാ, കരൾ കേടാക്കി കളയല്ലേ അല്ലാ, ശരീരം തളർത്തി കളയല്ലേ അല്ലാ. എപ്പോഴാണെങ്കിലും മരിക്കേണ്ടവരാണ്, നല്ല മരണം തരണേ അല്ലാ. റബ്ബേ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കണേ അല്ലാ. അല്ലാഹുവേ മോശപ്പെട്ട മരണങ്ങൾ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ ലോക മുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം കൊടുക്കണേ അല്ലാ, ശാന്തി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ശത്രുക്കളുടെ ശക്തിയെ ക്ഷയിപ്പിച്ച് കളയണേ അല്ലാ. മുസ്ലിം ഉമ്മത്തിന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. ഈ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ എത്രയോ ഉമ്മമാരാണ്, ഉപ്പമാരാണ് ഒരുപാട് സമയമെടുത്ത് അവരുടെ മനസ്സിന്റെ മുറാദുകൾ എഴുതുകയാണ് റബ്ബേ, പറയുകയാണ് അല്ലാ. അല്ലാഹുവേ ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്തുകൾ കമന്റായിട്ടും അതല്ലാതെ നേരിട്ടുമൊക്കെ കണ്ടു പറയുന്നുണ്ടോ റബ്ബേ, അവരുടെ മനസ്സിന്റെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. വേദനകളുള്ളവരുണ്ട്, വിഷമങ്ങളുള്ളവരുണ്ട്, സങ്കടങ്ങളുള്ളവരുണ്ട്, പ്രതിസന്ധിയിലായവരുണ്ട്. എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ റബ്ബേ. ഈ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ, ഞങ്ങൾ ചൊല്ലിയ സ്വലവാത്തുകൾ അർഹമായ പ്രതിഫലം എന്താണോ അത് ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഇനിയുള്ള ഈ പുണ്യമായ റമദാനിന്റെ ദിവസങ്ങൾ പ്രയോജനപ്പെടുത്താനും അതുവഴി സ്വർഗ്ഗത്തിൽ കടക്കാനും ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാ. ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം തരണേ അല്ലാ. അതിന്റെ മഹത്വം നേടിയവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളിൽ പലരും കല്യാണം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവരാണ്. ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, അല്ലാഹുവേ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഒരുപാട് പേര് രോഗികളാണ്, രോഗങ്ങൾ മാറ്റണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങൾ മാറ്റണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരുടെ രോഗങ്ങൾ, ഭർത്താക്കന്മാരുടെ, മാതാപിതാക്കളുടെ രോഗങ്ങൾക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. പരീക്ഷ എഴുതുകയാണ് റബ്ബേ, പരീക്ഷ കഴിഞ്ഞു അല്ലാ. അല്ലാഹുവേ ഇനിയും പരീക്ഷകൾ വരാനിരിക്കുന്നു, ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. മക്കളെ കൊണ്ട് സന്തോഷിക്കുന്ന നല്ല മാതാപിതാക്കളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, അപകട മരണങ്ങൾ കൂടുന്ന കാലമാണ്. അല്ലാഹുവേ ലഹരിയുടെ വിളയാട്ടമാണ് റബ്ബേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും ലഹരിയുള്ള, അതുപോലെ ലഹരി പോലോത്ത മറ്റ് അസാൻമാർഗിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെ തൊട്ട് കാത്ത് രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കടങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. കടക്കാരായി മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഈ വിശുദ്ധമായ റമദാനിൽ ഞങ്ങൾ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നോ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ഈ റമദാൻ അനുകൂലമാക്കണേ അല്ലാ. ഇനിയും ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് റമദാനുകളെ സ്വീകരിക്കാനും അതിലൊക്കെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ദുആയിനെ അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നമുക്കെല്ലാവർക്കും ഈ മജ്ലിസിൽ പങ്കെടുത്തതിന് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, ഇൻഷാ അല്ലാഹ് എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ, ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബ സംഗമത്തിന് പ്രസംഗിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചിരുന്നു. ഞാൻ ആ സദസ്സിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ സംഘാടകർ പറഞ്ഞു, ഉസ്താദെ, ഇത് ഒരുപാട് കുടുംബ അംഗങ്ങളുള്ള ഒരു സദസ്സാണ്. അപ്പോൾ ഇവിടെ ഒരു 2 മണിക്കൂർ നീണ്ട വഅളല്ല ആവശ്യം. ഇവിടെ വേണ്ടത് ഒരു സൈക്കോളജിക്കൽ ക്ലാസ് ആണ്, ഒരു ഫാമിലി ക്ലാസ് ആണ് വേണ്ടത് എന്ന് പറഞ്ഞു. അവർ അത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 10-45 മിനിറ്റോളം വരുന്ന ഒരു ക്ലാസ്സാണ് ഞാൻ അവിടെ എടുത്തത്. അതിൽ എങ്ങനെ നമ്മുടെ കുടുംബം നല്ല സുന്ദരമായി വലിയ സമാധാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോവാം എന്നുള്ള ഒരു ടൈറ്റിലിൽ ഒരു ഫാമിലി ക്ലാസ് നമ്മൾ എടുത്തിരുന്നു.
ലക്ഷക്കണക്കിന് ആളുകൾ യൂട്യൂബിലൂടെ ആ ക്ലാസ് കണ്ടതാണ്. അൽഹംദുലില്ലാ, അതിൽ ഒരുപാട് നല്ല ഗുഡ് ഫീഡ്ബാക്ക് ഒക്കെ ഒരുപാട് പേര് പറഞ്ഞതാണ്, നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല, കണ്ടവരുണ്ടാവാം. കണ്ടിട്ടില്ലാത്ത ആളുകൾ ഒന്ന് നമ്മുടെ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ഒരു ഫാമിലി, ഒരു ഭാര്യ ഭർത്താക്കന്മാർ, മറ്റു കുടുംബത്തിലെ മറ്റാളുകൾ എങ്ങനെയാണ് പരസ്പരം പെരുമാറേണ്ടത് നമുക്കൊക്കെ അത് അറിയാം. പക്ഷേ പലപ്പോഴും നമ്മളത് അപ്ലൈ ചെയ്യാറില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു കുടുംബജീവിതം സുന്ദരമായി മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്, ഇണക്കം എങ്ങനെ ഉണ്ടാക്കാം, പിണക്കം എങ്ങനെ മാറ്റാം, ഇണക്കമുള്ള ഒരു കുടുംബം എങ്ങനെയാവണം, വിശദമായ ഒരു ക്ലാസ് നമ്മൾ എടുത്തിരുന്നു. അത് കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. കല്യാണം കഴിക്കാൻ പോകുന്നവരും കല്യാണം കഴിച്ചവരും എല്ലാവരും, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ക്ലാസ് ആണിത്. ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യൂ, നേരെ വീഡിയോയിലേക്ക് പോകൂ.